എൻ്റെ ഈശ്വര, നല്ല വായിൽ നോക്കി ഇരിക്കാൻ പറ്റിയ ഐറ്റം ആവണേ. ദീപു പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ട് ഗൗരി അവളെ നുള്ളി. ഒന്നും മിണ്ടാതിരിക്കു പോത്തേ. ആ, നിനക്കങ്ങനെ പറയാം. പൊട്ടന് ലോട്ടറി അടിച്ച നിനക്ക് എൻ്റെ അവസ്ഥ അറിയില്ല. എനിക്കും വലിയ ആഗ്രഹമൊന്നുമില്ല. ഒരു ചെറിയ കോടീശ്വരനെ വളച്ച് അവനെ കെട്ടി അവൻ്റെ കൊച്ചുങ്ങളെ പെറ്റ് സുഖമായി കഴിയണം. അതും പറഞ്ഞുകൊണ്ട് അവളൊരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. പെട്ടെന്നാണ് ഒരു വൺ ടീം അവരുടെ ക്ലാസ്സിലേക്ക് വരുന്നത് കണ്ടത്. അവരെല്ലാവരും ആനയിച്ചു വരുന്നത് ഒരേ ഒരാളെയായിരുന്നു, ദേവൻ. കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് നല്ല അടിപൊളി വസ്ത്രം ധരിച്ച ഒരു യുവാവിനെ കണ്ടതും പെൺകുട്ടികൾ അന്തം വിട്ടു നോക്കി നിന്നു. ദേവൻ്റെ ശരീരം അവൻ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിന് നല്ല ഭംഗിയായിരുന്നു. ആ ശരീരത്തോട് ഒട്ടി നല്ല ടൈറ്റായി ഷേപ്പിൽ കിടക്കുന്ന വസ്ത്രം മാത്രമേ ദേവൻ ധരിക്കാറുള്ളൂ. ഗൗരി അവനെ കണ്ടതും ഞെട്ടി. അവൾ ചുറ്റിലുമൊന്ന് നോക്കി. എല്ലാവരും അന്തം വിട്ട് വായം പൊളിച്ചു നിൽക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും വായ് പൊളിഞ്ഞത് ദീപുവിൻ്റെയാണ്. അവൾ ദീപുവിൻ്റെ കാലിൽ ആഞ്ഞു ചവിട്ടി. ഏയ്! അവൾ ഞെട്ടി ഗൗരിയെ തിരിഞ്ഞു നോക്കി. എന്തുവാടി? ഗൗരി ചോദിച്ചു. ഏയ്, ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല. ആ ശരിയാ, ആ ചുണ്ടിൽ ഒലിച്ചിറങ്ങിയ വെള്ളം തുടച്ചിട്ട് പറ. ഗൗരി അവളെ കളിയാക്കി. ദേവൻ വന്ന് അവിടെയുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും നോക്കി. അത് ഗൗരിയുടെ ക്ലാസ്സാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അവളെ കണ്ടതും അവന് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും തോന്നി. ഫിറോസ് കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞു. താല്പര്യമുള്ളവർ എഴുന്നേൽക്കാൻ പറഞ്ഞതിൽ ഒരുപാട് പെൺകുട്ടികൾ എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ തനിക്കും പങ്കെടുക്കണമെന്ന് ഗൗരിയിലും തോന്നി. അവൾ ദേവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ദേവൻ അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. ഇതെല്ലാം കണ്ട ദീപു രണ്ടുപേരെയും പരസ്പരം മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, ദേവൻ എഴുന്നേറ്റ് നിന്നു. ഈ നിൽക്കുന്ന ആളുകളെ വെറുതെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് ഈ വൺ ടീം ഞങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരായി ദാ ഇവരുടെ കൂടെ പോകണം. രേഷ്മയെയും സ്മിതയെയും ദേവൻ കാണിച്ചു കൊടുത്തു. എഴുന്നേറ്റ് നിന്നവരിൽ എല്ലാവരും അവരെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ക്ലാസ്സിലാകെ ശാന്തമായി. ആളുകൾ കുറച്ചു മാത്രമായി. ദേവൻ ഫിറോസിൻ്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ വാങ്ങി. എല്ലാവരെയും ഒന്ന് നോക്കി. ഒരു കാര്യവുമില്ല, ഗൗരിയെ ഒന്ന് അടുത്തിരുത്തണം, അതുമാത്രമാണ് കാര്യം. ദേവൻ കൂട്ടത്തിൽ ഗൗരിയെ തന്നെ വിളിച്ചു. അവളൊരു കൂസലുമില്ലാതെ അങ്ങോട്ടേക്ക് ചെന്നു. പെട്ടെന്നാണ് ടെസ്റ്റ് കഴിഞ്ഞ് ദൃശ്യയും കുറച്ച് കുട്ടികളും വരുന്നത്. ദേവൻ ഗൗരിയെ വിളിക്കുന്നത് കണ്ടതും ദൃശ്യ ഇടയിൽ കയറി പറഞ്ഞു. സാർ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ദേവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഗൗരി കണ്ണുകൾ കൊണ്ട് അവനെ ശാന്തനാക്കി. എല്ലാവരും അവനെ തന്നെയാണ് നോക്കുന്നത്. ഗൗരി അവൻ്റെ അടുത്തിരിക്കുന്നത് കണ്ട് ദൃശ്യയ്ക്ക് ദേഷ്യമാണ് വന്നത്. നീ ഓക്കെ അല്ലേ? ദേവൻ പേപ്പറിൽ കൈവച്ച് എന്തോ കാണിച്ചു കൊടുക്കും പോലെ അവൾക്ക് മാത്രം കേൾക്കാൻ ചോദിച്ചു. അതെ, കുഴപ്പമില്ല. ആരാ നിന്നെ കളിയാക്കിയേ? ദേവൻ്റെ ആ ചോദ്യം അവളിൽ ഭയം നിറച്ചു. അവൾ അവനെയൊന്ന് നോക്കി. അവരുടെ കുശുകുശുപ്പ് ദൃശ്യയെ വല്ലാതെ ദേഷ്യം കൊള്ളിച്ചു. വെറും കോളനി പെണ്ണാണ് അവൻ്റെ അടുത്തിരിക്കുന്നത് എന്നറിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവളെ അവിടെ നിന്നും അവൻ ഓടിക്കും. ദൃശ്യ പിറുപിറുത്തു. അവൾ കണ്ണുകൾ കൊണ്ട് ദൃശ്യയെ കാണിച്ചു കൊടുത്തു. അവനൊന്ന് മൂളി. എന്നാ ഞാൻ അങ്ങോട്ട് പോയി ഇരിക്കട്ടെ? നിന്നെ കാണാനാണ് ഞാൻ വന്നത്. അപ്പോൾ നീ പോവട്ടേന്നോ? അവൾ ദേവനെ നോക്കി. ഇപ്പോൾ വേണ്ട, ഞാൻ ക്ലാസ്സിൽ നിന്നും പോയിട്ട് പോകാം. ആരും ഒന്നും പറയില്ല. പെട്ടെന്നാണ് ദൃശ്യ അങ്ങോട്ടേക്ക് വന്നത്. സാർ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഇവളേക്കാൾ നന്നായി ഞാൻ എഴുതും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ക്ലാസ്സിൽ ടോപ്പ്. ദേവന് പകരം ഫിറോസാണ് മറുപടി നൽകിയത്. താങ്കൾ അവിടെ പോയി ഇരിക്കു കുട്ടി, സാറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഫിറോസ് അനുനയത്തിൽ പറഞ്ഞു. ദൃശ്യ ഒരു ചമ്മലോടെ തിരിച്ചിരുന്നു. അപ്പോഴേക്കും സെലക്ഷന് പോയ രേഷ്മയും സ്മിതയും തിരിച്ചെത്തി. കൂട്ടത്തിൽ ക്ലാസ്സിൽ നിന്നും പോയവരും ഉണ്ടായിരുന്നു. സ്മിത താങ്കൾ സെലക്ട് ചെയ്തവരുടെ പേര് ഫിറോസിന് കൈമാറി. സാർ, പേര് വായിക്കട്ടെ? ഫിറോസ് ചോദിച്ചു. ഓക്കെ, വായിച്ചോളൂ, ദേവൻ പറഞ്ഞു. ശിവാനി, അനാമിക, ജ്യോതിക, ദീപ്തി, ദൃശ്യ. അവളുടെ പേര് കേട്ടതും ദൃശ്യയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പിന്നെയും ഒന്ന് രണ്ട് പേരുകൾ ഫിറോസ് വിളിച്ചു. എല്ലാവർക്കും ഉറപ്പായിരുന്നു ദൃശ്യ തന്നെ സെലക്ട് ആവുമെന്ന്. കാരണം ഈ മത്സരത്തിൽ ഗൗരി കൂടിയിട്ടില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ ഭംഗിയുള്ളത് ദൃശ്യ തന്നെയാണ്. ദേവൻ ഫിറോസിനോട് എല്ലാവരുടെയും ഇമെയിൽ വാങ്ങുവാനും കാര്യങ്ങൾ അതിൽ അറിയിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സമയമായി. ഫിറോസ് എല്ലാവരോടുമായി പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാവരും പരസ്പരം നോക്കി. എല്ലാവരുടെയും ഉള്ളിലും ഒരേയൊരു ചോദ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ദേവന് പ്രണയമുണ്ടോ?
എന്നത് മാത്രമായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ആ ക്ലാസ്സിൽ ഒന്നടങ്കം എല്ലാവരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ദീപുവിന് മാത്രമാണ് ദേവന്റെയും ഗൗരിയുടെയും വിവാഹം കഴിഞ്ഞതറിയൂ. അവസാനം എല്ലാവരും ദൃശ്യയെ തന്നെ കാര്യമേൽപ്പിച്ചു. സാർ, താങ്കൾക്ക് പ്രണയമുണ്ടോ? ദൃശ്യയുടെ ചോദ്യം കേട്ട് ദേവൻ അവളെ തന്നെ തുറച്ചു നോക്കി. ആ നോട്ടത്തിൽ അവളോടുള്ള ദേഷ്യവും വെറുപ്പും പ്രകടമായി. പെട്ടെന്നാണ് റിയാസ് മറ്റൊരു കാര്യം പറയുന്നത്. മിസ് ദൃശ്യ, ഇവിടെ പറഞ്ഞത് ഈ വരുന്ന ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള സംശയങ്ങൾ സാറിനോട് ചോദിക്കാമെന്നാണ്. അവൾ വീണ്ടും അപമാനിതയായതുപോലെ തലതാഴ്ത്തി നിന്നു. ദേവൻ ഫിറോസിനെ വിലക്കിക്കൊണ്ട് കൈയുയർത്തി അവരോട് നിർത്താനായി പറഞ്ഞു. അവരുടെ സംശയങ്ങളല്ലേ ഫിറോസ്, ചോദിച്ചോട്ടെ. ദൃശ്യ വീണ്ടും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കളുടെ പക്കൽ ഉത്തരമുണ്ടോ? ഉണ്ട്. എല്ലാവരും ദേവന്റെ ആ വാക്കുകൾ കേട്ടിരുന്നു. എടി മണ്ടികളെ, ആ ഫ്രണ്ടിലിരിക്കുന്നത് തന്നെയാണ് ദേവന്റെ ഭാര്യ. ദീപു തലയിൽ കൈവച്ച് പിറുപിറുത്തു. അപ്പോൾ സാർ, താങ്കൾ പറയൂ, താങ്കൾക്ക് പ്രണയമുണ്ടോ? ദേവനൊരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു, ഉണ്ട്. ആ വ്യക്തി എവിടെയാണിപ്പോൾ ഉള്ളത്? വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. ആ വ്യക്തി ഈ കോളേജിലാണ് പഠിക്കുന്നത്. ആ ക്ലാസ്സിലുള്ളവരും ദേവന്റെ കൂടെയുള്ള ഫിറോസും എല്ലാവരും ഞെട്ടി നിൽക്കുന്നത് കണ്ട് ദീപുവിന് ചിരിയാണ് വന്നത്. സാർ, ആ കുട്ടി ഏത് ക്ലാസ്സിലാണെന്ന് പറയുമോ? ദൃശ്യ വീണ്ടും ചോദിച്ചു. നോ, ഇത്രമാത്രം വിവരങ്ങളെ എനിക്ക് തരാൻ പറ്റൂ. ദേവൻ ആ ചോദ്യങ്ങൾക്ക് അവിടെ സ്റ്റോപ്പിട്ടു. എല്ലാവരും ചുറ്റിലും നോക്കി. അധികം വൈകാതെ ദേവനും ടീമും അവിടെ നിന്നും ഇറങ്ങി. ഇത് കേട്ട് ദേവന്റെ ടീമിലുമുള്ളവർക്ക് സംശയമായിരുന്നു. സാർ, ഇനിയും ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. നമ്മൾ തിരിച്ചു പോവുകയാണോ? ഫിറോസ് അനുനയത്തിൽ ചോദിച്ചു. ആ, ഇത്രയൊക്കെ മതി, ദേവൻ നീരസത്തോടെ പറഞ്ഞു നിർത്തി. സാർ, ഏതാണ് ആ പെൺകുട്ടി? രേഷ്മ തിരക്കി. പറയാം, എല്ലാം സമയമാകുമ്പോൾ പറയും, ദേവൻ പറഞ്ഞു. തിരികെ ഓഫീസിലെത്തിയ ദേവൻ ഗൗരിയെ കൂട്ടാൻ വൈകുന്നേരമാവാനായി കാത്തിരുന്നു. പെട്ടെന്നാണ് ദേവന്റെ ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്ന് അനീറ്റയുടെ വരവ്. ദേവൻ അവളെ തുറച്ചു നോക്കി. എന്താ, ഇവിടുത്തെ മര്യാദകളൊക്കെ നീ മറന്നോ? അതോ ഇവിടെ നിന്നും ജോലി കളഞ്ഞു പോവുകയാണോ? അവളുടെ വരവ് കണ്ട് ദേവൻ ചോദിച്ചു. ഒരുപാട് കാലമായി സഹിക്കുന്നു, ഇനി അത് പറ്റില്ല, അനീറ്റ ദേഷ്യത്തിൽ പറഞ്ഞു. ആദ്യമായിട്ടാണ് ദേവനോട് തൻ്റെ മുന്നിൽ നിന്നും ഒരാൾ ഇത്രയും ദേഷ്യത്തിൽ പെരുമാറുന്നത്. അവൻ അവളെ തറപ്പിച്ചു നോക്കി. അവിടെയുള്ള ജോലിക്കാരെല്ലാം ക്യാബിന് മുന്നിൽ തടിച്ചുകൂടി. ദേവൻ ആരോടും മടങ്ങിപ്പോകാൻ പറയുന്നില്ല. എന്താണ് നിനക്ക് വേണ്ടത്? വേഗം പറ. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഓ, അതാണോ? നല്ല കാര്യമാണല്ലോ. പറ, ഞങ്ങൾ നടത്തി തരാം, ദേവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. എന്തേ, നമ്മൾ നടത്തി കൊടുക്കില്ലേ? ദേവൻ എല്ലാവരോടുമായി ചോദിച്ചു. ആ സാർ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പറയൂ അനീറ്റ, ആരാണ് അയാൾ? ദേവൻ ചോദിച്ചു. നിങ്ങൾ തന്നെ. നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് അറിയാതെ ഇത്രയും കാലം പിടിച്ചു വെച്ച് ഇനി അത് പറ്റില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. യു? ഞെട്ടലോടെ ദേവൻ എഴുന്നേറ്റു. അതെ, ഈ പേരിൽ എന്നെ പറഞ്ഞു വിട്ടാലും എനിക്കൊരു കുഴപ്പവുമില്ല. ദേവൻ അവളോട് ദേഷ്യമാണ് തോന്നിയത്. ഇങ്ങനെ തൻ്റെ മുഖത്ത് നോക്കി പറയാൻ എന്ത് ധൈര്യമാണ് ഇവൾക്ക് എന്ന ചിന്തയായിരുന്നു അവൻ്റേത്. ലുക്ക് അനീറ്റ, ഓൾറെഡി ഞാൻ ഒരാളുമായി സ്നേഹത്തിലാണ്. അവൾ ഇടയ്ക്ക് കയറി. ഞാൻ അറിഞ്ഞു, അത് തന്നെയാണ് ഈ വരവിന് കാരണമാക്കിയതും. അവൾ കട്ടായം പോലെ പറഞ്ഞു. ഓ, അപ്പോൾ നിനക്കൊക്കെ അറിയാം. അവൾ ഒന്നും മിണ്ടിയില്ല. എല്ലാവരോടുമായി ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, ഓൾറെഡി എൻ്റെ വിവാഹം കഴിഞ്ഞു. ഇനി ഇതും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ആ വഴി ഈ ഓഫീസിൽ നിന്നും ഇറങ്ങേണ്ടി വരും. ഫിറോസ് ആയിരുന്നു ഓഫീസിൽ ബാക്കിയുള്ളവരോട് ദേവന്റെ പ്രണയത്തെപ്പറ്റി പറഞ്ഞത്. ഇത് കേട്ട ഫിറോസ് ഭയന്ന് പിന്മാറി. ദേവന്റെ പ്രണയത്തെപ്പറ്റിയാണ് ഇങ്ങേര് പറഞ്ഞത്, പക്ഷേ വിവാഹം ദേവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അന്താളിപ്പോടെ നിന്നു. ആരാണത്? അനീറ്റ ദേഷ്യത്തിൽ ചോദിച്ചു. ആളെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കും, അപ്പോൾ കാണാം. ദേവൻ അവിടെ നിന്നും ഇറങ്ങി. ആ പെണ്ണ് ആരാണെന്നറിയാൻ ഓഫീസിലുള്ളവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ദേവൻ പോയതും ഫിറോസ് അനീറ്റയ്ക്ക് നേരെ ചെന്നു. നീ എന്ത് ഭ്രാന്താ കാണിച്ചത്? നിനക്ക് പോകണമെങ്കിൽ നീ ജോലി കഴിഞ്ഞിട്ട് പോകണം, അല്ലാതെ എന്നെ കൂടി പുറത്തു ചാടിക്കാൻ നോക്കിയാലുണ്ടല്ലോ. അതിന് താൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദേവൻ സാറിൻ്റെ നോട്ടം എന്നിലാണ് വന്ന് പതിച്ചത്. മേലിൽ എന്നെ ഇതിലേക്ക് വലിച്ചിടരുത്. നീ ദേവൻ സാറിനെ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യ്. ഫിറോസ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയതും അനീറ്റ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു.
അല്പം കഴിഞ്ഞാണ് ദേവൻ കാർപോർച്ചിൽ നിന്നും കാറെടുത്ത് ഗൗരിയുടെ കോളേജിൻ്റെ അടുത്തേക്ക് ചെന്നത്. ഇപ്പോൾ അടുത്തൊന്നും അവിടെ ഇതുവരെ കാണാത്ത ആഡംബര കാർ കണ്ടതും പലരും ഞെട്ടി. കോളേജ് കഴിഞ്ഞ് ഗൗരി ക്ലാസ്സിന് വെളിയിൽ വന്നപ്പോഴാണ് എല്ലാവരും ആ കാറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടത്. അവളെ തള്ളി മാറ്റിക്കൊണ്ട് ദൃശ്യ അങ്ങോട്ടേക്ക് പാഞ്ഞു. എല്ലാവരും അല്പം മാറിയാണ് നിൽക്കുന്നത്. എൻ്റെ ഗണേശ, എല്ലാവരും വളഞ്ഞിട്ടാണല്ലോ, ഞാൻ എങ്ങനെയാ അതിലേക്ക് കയറുക? നഖം കടിച്ചു തുപ്പിക്കൊണ്ട് ഗൗരി പറഞ്ഞു. എടി, ഞാനാണ് നിന്റെ സ്ഥാനത്ത് എങ്കിൽ ഓടിപ്പോയി കാറിലിരുന്ന് ഒരു മാസ് കാണിച്ചേനെ. ആ, അത് നീ, ഇത് ഞാൻ. ഓഹോ, ദീപുവിനെ കളിയാക്കിക്കൊണ്ട് ഗൗരി പറഞ്ഞു. എടി, നാളെ മന്തി മറക്കല്ലേ, നാളെ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഓ തരാമെടി, ഇതെന്തേലും തീരുമാനമാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗൗരിയെ അകലെ നിന്നും കണ്ട ദേവൻ അവൾക്കായി വെയിറ്റ് ചെയ്തു. കാറിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് പുറത്തു നിന്നും ആർക്കും കാണാൻ പറ്റില്ലായിരുന്നു. ഗൗരി കാറിനടുത്തേക്ക് വരാതെ അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. അവളുടെ ആ പ്രവൃത്തി ദേവനെ വല്ലാതെയാക്കി. അവൻ ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിർത്തി. ആരെയാണ് കാറിലുള്ള വ്യക്തി കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ എല്ലാവരും ഉറ്റുനോക്കി. പെട്ടെന്നാണ് ആ കാറിൻ്റെ മുന്നിലേക്ക് ബസ് വന്ന് നിന്നത്. ആര് കയറി ആര് ബസ്സിൽ പോയി എന്നൊന്നും മനസ്സിലാക്കാൻ ആർക്കും പറ്റിയില്ല. കാറിൽ കയറിയതും ഗൗരി ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. അവൾ ദേവനെ നോക്കി. അവൻ്റെ മുഖം വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. എന്ത് പറ്റി? അവൾ ദേവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല. അവൾ ദേവൻ്റെ തോളിൽ ചാഞ്ഞു കിടന്നു. അതെ, ഇന്ന് നിങ്ങൾ കോളേജിൽ വന്ന് പോയില്ലേ? അതിനുശേഷം എല്ലാ പെൺകുട്ടികളും നിങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. അവൾ തല ഉയർത്തി ദേവനെ നോക്കി. എന്ത് പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അവളൊരു കപടദേഷ്യം മുഖത്ത് വരുത്തി പുറത്തേക്ക് നോക്കിയിരുന്നു. ദേവൻ പതിയെ കാർ സ്റ്റോപ്പ് ചെയ്തു. തെറ്റിയോ? അവൻ ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യല്ലോ. അങ്ങനെ ആര് പറഞ്ഞു? ഇപ്പോൾ കേൾക്കാൻ മൂടില്ല ഗൗരി, അതാ. ഓ, അന്ന് ഗൗരിയുമായി ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ച ദേവൻ അവൾ 1-2 തവണ അടുപ്പിച്ച് കൂട്ടുവായി ഇടുന്നത് കണ്ട് അവൾക്ക് ക്ഷീണമുണ്ടെന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് വിട്ടു. തിരികെ ഓഫീസിലെത്തി. ദേവൻ തനിച്ചു വന്നതും എല്ലാവരും കാറിൻ്റെ അടുത്തേക്ക് തന്നെ നോക്കി. ആരുമില്ലല്ലോ, ആരെയോ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരും ചിന്തിച്ചു. ദേവൻ ക്യാബിനിലെത്തിയതും അവിടെയുള്ള ആളോട് അനീറ്റയെ വിളിക്കാനായി പറയുകയും ചെയ്തു.